വൈകുന്നേരം ഒരു ഈവനിങ് വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ ഇതേ രണ്ടുപേരും ഇവിടെ ഇരുന്നിട്ട് എന്തോ മൈക്രോസ്കോപ്പിനകത്തോടെ എന്തൊക്കെയോ നോക്കുവാണ് കേട്ടോ. അത് കാണിച്ചു തരാവേ. രണ്ടുപേരും ഇവിടെ നിന്ന് ഭയങ്കര റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മൈക്രോസ്കോപ്പ് ഒരു ടോയ് മൈക്രോസ്കോപ്പ് ഉണ്ട്, അതിനകത്ത് വെച്ചിട്ട് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേരും ഭയങ്കര റിസർച്ചിൽ. ഒന്നെങ്കിൽ ഇവിടെ ഇപ്പോൾ വലിയൊരു അടി നടക്കും. അന്നേരം ഞാൻ വിചാരിച്ച എൻ്റെ ചുണ്ടിൽ ഒരു ലിപ് ബാം ഇടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു ലിപ് ബാം ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. നിങ്ങൾക്ക് കാണാമോ? ഉണ്ടോ? ഈ ഒരു ലിപ് ബാം ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വരുന്നൊക്കെ നല്ല അടിപൊളിയാണ്. ഇത് ഇതുവഴി വരുന്നത് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇവിടെ ഈ പടി നടക്കുന്നത്. അത് തന്നെ ഇവിടെ സംഭവിച്ചത്. ഇവിടെ വമ്പൻ അടി കഴിഞ്ഞിട്ടിരിക്കുവാണ് കേട്ടോ. ഏതോ ഒരു ഇപ്പൊ കുറച്ചു മുമ്പ് വൈകുന്നേരം എന്ത് ചെയ്തു, കുഞ്ഞു കൊച്ചിനെ ഒരു കുളവി കുത്തി. അപ്പൊ അവിടെ കണ്ടിരിക്കുന്നത്. അപ്പൊ അവൻ പോയി കൈ തൊട്ടപ്പോൾ കുത്തിയതാണ്. അത് കയ്യെ കൊട്ടപ്പത്തേന് അതിനെ നമ്മൾ അടിച്ച് കൊന്നില്ല. ഇപ്പൊ എന്താ കുത്തിയെന്ന് അറിയത്തില്ലല്ലോ. എന്തെങ്കിലും വിഷമോ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് ഈച്ച പോലെ ഒരു സാധനം നമുക്ക് തോന്നി. അപ്പൊ അതിനെ കൊന്ന് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോ എടുത്ത് വെക്കണമല്ലോ. അതിനു വേണ്ടിയാണ് നമ്മൾ അതിനെ കൊന്നത്. പക്ഷെ അതൊരു കുളവിയായിരുന്നു. ഇപ്പൊ രണ്ടുപേരും കൂടെ ആ കുളവിനെ മൈക്രോസ്കോപ്പിനകത്ത് വെച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ റിസർച്ച് ചെയ്ത് അവസാനം അടിയായി. എവിടെയാ കുഞ്ഞിനെ കടിച്ചതെന്ന് കാണിച്ചു കൊടുത്തു. ഈ വിരലിന്റെ ഇവിടെയാണ് കുത്തിയത്. പക്ഷെ പ്രശ്നമൊന്നുമില്ല, നീരൊന്നും വെച്ചിട്ടില്ല. അന്നേരം ഞാൻ പറയായിരുന്നു, പണ്ട് എന്നെയൊക്കെ കുത്തിയിട്ടുണ്ട്. കുത്തുമ്പോൾ മുഖത്തിന്റെ ഇവിടെയൊക്കെ ആയിരിക്കും കുത്തുന്നത്. അന്നേരത്തിന് മുഖമൊക്കെ ഇങ്ങനെ നീര് വെച്ചിട്ട് കണ്ണൊന്നും കാണാൻ മേലെ അതിങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ ഈ പിള്ളേരുടെ ഒക്കെ പറയുന്നത്. അപ്പൊ പറഞ്ഞു വന്നത് ഇതാണ് കേട്ടോ എൻ്റെ ലിപ് ബാം. ഉണ്ടോ? നല്ലൊരു ലിപ് ബാം ആണ് കേട്ടോ. നല്ല കളറാണ്, നല്ലൊരു കളറില്ലേ. ഇനി നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. നമുക്ക് ചായ വെക്കാം. ഇവിടെ ഒരു മൈക്രോസ്കോപ്പിനകത്തൂടെ ഒരു ഈച്ചേനെ നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ? ഈച്ച കിടക്കുന്നുണ്ട്. ഈച്ചയാണ് കുളവി കിടക്കുന്നുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇതിനകത്തൂടെ നോക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചത്. ഇതിനകത്തൂടെ ഒന്നും കാണത്തില്ല. പിള്ളേർക്ക് വേറെ പണിയൊന്നുമില്ല. ഓരോ പണിയും കൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ചായ വെക്കുന്നത് ഈ ഒരു മിൽക്കിലാണ് കേട്ടോ. ഇത് നല്ല അമൂലിന്റെ മിൽക്കി മിൽക്കാണ് കേട്ടോ. അപ്പൊ ഇതിൽ ചായ വെക്കാൻ ഞങ്ങൾക്ക് 4 പേർക്ക് നല്ല അടിപൊളി ചായ കുടിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ ചായ വെക്കാം. അപ്പോ പോയി കുളിക്കട്ടെ. അപ്പോന്റെ കുളിച്ചേ. മോളിതേ ഇവിടെ പാസ്ത ഉണ്ടാക്കുവാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഇവിടെ സ്റ്റൗവും ചൂടുവെള്ളവും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ ഞാനിവിടെ ഒരു മേൽനോട്ടത്തിന് വേണ്ടി ഞാനിവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ അതേ ഒരാൾ എൻ്റെ മടി കയറി ഇരിപ്പുണ്ട് കേട്ടോ. ഈ ആള് സ്കൂളിലൊന്നും പോകില്ല ഗൈസ്. ഈ ആൾക്ക് സ്കൂളിലൊക്കെ പോകാൻ മടിയാ. ഒന്ന് പറഞ്ഞേ, എന്താ സ്കൂളിൽ പോകാത്ത എന്താന്ന് പറഞ്ഞേ. മിക്കവാറും ഞാനും സ്കൂളിൽ പോയി ഇരിക്കേണ്ട അവസ്ഥയൊക്കെ വരുമെന്ന് തോന്നുന്നു. വലുതായില്ല. പിന്നെ എങ്ങനെ പഠിക്കുന്നേ? വലുതായോ? സ്കൂളിൽ പോകാൻ ഹൈറ്റ് ഒന്നും ഇല്ല ഗൈസ്. ഹൈറ്റ് ഇല്ല. എൻ്റെ ഇത്രയേ ഉള്ളൂ, ഹൈറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിലൊന്നും പോകുന്നില്ല. വലുതായാൽ മാത്രമേ ഞങ്ങൾ സ്കൂളിൽ പോകുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മൾ പാസ്ത ഉണ്ടാക്കുന്ന നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ. ഇത് ഈ ഒരു ട്രയാങ്കിൾ ചീസ്. ഇത് വാങ്ങിച്ചിട്ടില്ലാത്തവരൊന്ന് വാങ്ങിച്ചു നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു ചീസിന് അധികം ഉപ്പൊന്നും ഇല്ല കേട്ടോ. ഇത് ഇങ്ങനെ ട്രയാങ്കിൾ ആയിട്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇങ്ങനെ പീൽ ചെയ്ത് ഇങ്ങനെ എടുക്കണം കേട്ടോ. അതിൻ്റെ 2 നമ്മളിപ്പോൾ ഉപയോഗിച്ച് അതാണിത്. പിന്നെ ഈ പാസ്തയുടെ ഈ ഒരു മസാല. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ നമ്മുടെ പാസ്തയ്ക്ക് വേണ്ടി നമ്മൾ ഇടുന്നത്. കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്ന റിപ്പിൾസിൻ്റെ ഏലക്കയൊക്കെയുള്ള ഒരു തേയിലപ്പൊടിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു തേയിലപ്പൊടി ഇട്ടിട്ട് നമ്മൾ ചായ വെക്കുമ്പോഴത്തേനും. അതെ, നമ്മളുടെ പാസ്തയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് അതിൻ്റെ മസാല ഇട്ട് കൊടുക്കാവേ. അല്ലേ ഷെഫ് പിള്ള എന്ന് പറയുന്ന പോലെ ഷെഫ് തോത്ത. ഓ ഒന്ന് പോടോ മുണ്ടയ്ക്കൽ ശേഖരാന്ന്. വെള്ളം വേണോ? പുത്തി ഉണ്ടോ? പുത്തിമാനാണോ? പുത്തിമാൻ സ്കൂളിൽ പോകും. പുത്തിമാനൊക്കെ സ്കൂളിൽ പോകും. പിന്നെ നമ്മളുടെ ചീസ് നമ്മൾ തുറക്കും. മതിയോ? ഇത് 2 മിനിറ്റ്. 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 2 മിനിറ്റ്.
അങ്ങനെ നമുക്ക് ഇതൊന്ന് മറിച്ചിടാവേ. നമ്മുടെ പാസ്ത എല്ലാം കൂടെ സെർവ് ചെയ്യുവാണ്. അടുത്ത ബഹളം. എന്താണ് ഈ തോത്തിക്ക് എന്താ പ്രശ്നം? അയ്യോ, നിങ്ങളുടെ വീട്ടിൽ ആരുടെയിലൊക്കെ വീട്ടിൽ 3 പിള്ളേരുണ്ടോ ഗൈസ്? 3 പിള്ളേർ, വികൃതി പിള്ളേരാണ്, മഹാവികൃതി പിള്ളേരാണേ ഇവിടെ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ റെഡിയാക്കി ഇതേ കുടിക്കുവാണ് കേട്ടോ. അതേ പാസ്ത, ചായ. ദേ ഇവിടെ ഒരാളിരിക്കുന്നു. ഹായ് പറഞ്ഞേ. ദേ ഹായ്. ദേ തോത്ത ഹായ് പറഞ്ഞേ. അയ്യോ, അതെന്താ ഭയങ്കര പ്രശ്നത്തിൽ ഇരിക്കുവാണ് ഗൈസ്. പിന്നെ ഇത് ഇവിടെ ഒരു മെഴുകുതിരി കത്തി വെച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ കച്ചാമാങ്കോ, ഞങ്ങളുടെ മിഠായി ഉണ്ടാവും. ഞങ്ങളുടെ ബഗ് കച്ചാമാങ്കോ അല്ലേ? ബഗ് കച്ചാമാങ്കോ. ഇനിയിപ്പോൾ ഞങ്ങൾ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. ആ അതെ ഹായ് പറഞ്ഞു. ഹായ് പറഞ്ഞേ. ചായ കുടിക്കട്ടെ എന്ന് പറ. എന്നും വൈകുന്നേരം ഇതുപോലെ ഒരു ക്യാൻഡിൽ കത്തിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ആ ക്യാൻഡിൽ കത്തിച്ച് വെച്ചുകൊണ്ട് ദേ ഇവിടെ ദേ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? അതേപോലെ ക്യാൻഡിൽ ലൈറ്റ് ടീ ടൈം. ആ ഒരു സാധനമാണ് കേട്ടോ അതേ ഇപ്പം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പുകയുടെ ഷാഡോ കാണില്ല, അല്ലെങ്കിലും കാണില്ലല്ലോ. എന്തൊക്കെയോ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഗൈസ് ഇവിടെ. ഇനിയിപ്പോ തീ ഇടുന്നാ തോന്നുന്നു ഇവര്. വേണ്ട, ഈ കഴിച്ചോണ്ടിരിക്കുന്ന എനിക്ക് പോകാം. അച്ഛൻ ഒന്നാമത്തെ കാണാൻ പാടില്ല മാച്ച് സ്റ്റിക്ക്. ഇവിടെ ഞങ്ങളുടെ അച്ഛന് തീപ്പെട്ടി ഒന്നും ഇഷ്ടമല്ല ഗൈസ്. ഇവിടെ ആ അടുപ്പിന്റെ അവിടെ ഒരു തീപ്പെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് എന്നും വന്നിട്ട് ഞങ്ങളോട് ചോദിക്കും, ഇതാരും ഇവിടെ തീപ്പെട്ടി ഉപയോഗിക്കുന്നത് ചോദിക്കും. അപ്പൊ ഞങ്ങൾ പറയും ഞങ്ങളാ മറ്റേ നമ്മുടെ സാമ്പ്രാണി കത്തിക്കാൻ വേണ്ടിയാന്ന് പറയുവേ. അന്നേരത്തേനുണ്ടല്ലോ ഇഷ്ടമല്ല, നോക്കുന്നതാണ് കേട്ടോ. അച്ഛന് ഇഷ്ടമില്ല. എന്നാൽ ചായയൊക്കെ കുടിക്കട്ടെ കേട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാവേ. ഫോർക്കൊക്കെ ഈ പിള്ളേരെ എടുത്ത് കേട്ടോ. അപ്പൊ എനിക്ക് ഫോർക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു സ്പൂണാക്കി. അടിപൊളി ടേസ്റ്റ് അല്ലേ? ആ ചീസ് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ആ ഒരു ചീസ് വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് ഉപയോഗിക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എളുപ്പം ചായയൊക്കെ കുടിച്ചിട്ട് വന്നു. നമുക്ക് ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയാം. മുണ്ടൊക്കെ ശേഖര പോകാം. നമുക്ക് നോക്കാം, ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് നോക്കി പൊതിയാം. ചേട്ടനെയും ചേച്ചിയുടെ പൊതിയണ്ടേ? ഒന്നും കാണണ്ടേ? അപ്പൊ ചേട്ടനെയും ചേച്ചിന്റെ പൊതിയണ്ടേ? ചേട്ടനും ചേച്ചി സ്കൂളിൽ വിടണ്ടേ? എന്നാലും ഉങ്ങളുടെ കൂടെ വിടണ്ടേ? ആ അപ്പൊ അവരുടെ പൊതിയാം. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതിന്റെ കൂടെ തോത്തേടെ നമുക്ക് വെറുതെ ഒന്ന് പൊതിയാം. ഓക്കെ, എന്നാ വേണ്ട, പൊതിയണ്ട. ചേട്ടനും ചേച്ചിയുടെ പൊതിയാ, തോത്തയുടെ പൊതിയണ്ട. ഞങ്ങൾ തോത്തയുടെ പൊതിയുന്നില്ല ഗൈസ്. ഞങ്ങൾ തോത്തയുടെ പിന്നെ പൊതിയുന്നു. ആ ഇല്ല, പൊതിയുന്നില്ലെന്നാ പറഞ്ഞേ. പൊതിയുന്നില്ല. ഓക്കെ, നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെക്കാവേ. പക്ഷെ നമുക്ക് കുറച്ച് ചൂട് പോയിട്ട് മൂടി വെക്കാൻ പാടുള്ളൂ കേട്ടോ. വെള്ളം ഇങ്ങനെ വരുന്നിരിക്കൂലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് മൂടി വെക്കാവേ. ഇനി നമുക്ക് നേരെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കും കാര്യങ്ങളൊക്കെ പൊതിയാൻ വേണ്ടി പോകട്ടെ. ഇതുണ്ടാവും, അത് എടുത്തിട്ട് ഒരു രക്ഷയില്ല. അതെടുത്ത് ഇടപാട് ചെയ്യുന്നുണ്ട്. അമ്മയെ എന്തൊരു ചൂടായ അടുക്കളയിൽ. പക്ഷേ ഫാനൊക്കെ കണ്ടോ. ഞാൻ ഇവിടെ ഒരു ഫാൻ കൊണ്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? അത് ഞാനിവിടെ കുത്തി വെക്കുന്ന, പക്ഷേ ഈ ഗ്യാസ് കെട്ടുപോകും. അതുകൊണ്ടാണ് കേട്ടോ ഞാനത് കത്തിക്കാഞ്ഞത്. ഈ ഒരു ചെറിയ ഫാൻ കണ്ടോ കേട്ടോ. നല്ല കാറ്റുണ്ട് കേട്ടോ. ഇത് വെക്കാൻ പിന്നെ ഞാൻ എൻ്റെ കാര്യം ഓർത്തില്ല, ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കേട്ടോ നമുക്കിനി ടെക്സ്റ്റ് ബുക്കൊക്കെ പൊതിയാം. മൂന്ന് പേരുടെ ഉള്ളതുകൊണ്ട് ഒരുപാട് പൊതിയാനുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗ് ഇവിടെ വെച്ച് ഞാൻ നിർത്തുകയാണ് കേട്ടോ. അപ്പം നമ്മളുടെ ഈ ഒരു ചെറിയ ചാനലും നമ്മളുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് കേട്ടോ. അതൊന്ന് എനേബിൾ ആക്കിയിട്ടിരിക്കുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് കാണുകയും ചെയ്യാം. നിങ്ങൾക്ക് എന്നെ എന്നും കാണാം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.